ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കരിമണി ബ്രേസ്ലെറ്റും കമ്മലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് കരിമണിയുടെ ബീഡും ഒരു സിൽവർ കളർ ബീഡും വെച്ചിട്ട് എങ്ങനെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്താണെന്ന് ആദ്യം ചെക്ക് ചെയ്യാം നമുക്ക്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കരിമണി ബീഡാണ്. ഒരുപാട് കരിമണി ബീഡൊന്നും വേണ്ട കേട്ടോ, ചെറിയ കുട്ടിക്കായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സിൽവർ കളർ ഡിസൈനർ ബീഡാണ്, അതുമൊരു ഡിസൈൻ ഉണ്ട്. പിന്നെ നമ്മുടെ കട്ടിങ് സ്പ്രിങ്, സൈഡ് റിങ്, കട്ടിങ് സ്പ്രിങ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ലോക്കാണ്, ഗിയർ ലോക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫിഷ് ഹൂക്ക്. ഇത്ര ഐറ്റംസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഡിസൈനർ ബീഡ് എടുക്കാം. എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ നമ്മളത് കുറച്ചെടുത്തിട്ട് ചെയ്ത് നോക്കുന്നതിനനുസരിച്ചാണത്. അതേത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗിയർ വയറാണ്. സിൽവർ കളറാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ കളർ എടുത്തത്. ഗോൾഡൻ കളർ എടുത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിത് മോൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മൾ സെയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആ കളർ തന്നെ എടുക്കണം. ഇത് പുറത്തേക്ക് കാണുമൊന്നുമില്ല എന്നാലും. ഇനി നമുക്ക് ഗിയർ ലോക്ക് എടുത്തിട്ട് ആദ്യം 2 ഗിയർ ലോക്ക് ഗിയർ വയറിൻ്റെ തുമ്പത്തിടുക. അതിന് ശേഷം നമ്മുടെ ഫിഷ് ഹൂക്ക് എടുത്ത് അതിലൂടെ കോർത്തതിന് ശേഷം ഫിഷ് ഹൂക്കിനെ വിട്ടിട്ട് നമ്മുടെ ഗിയർ വയറിൻ്റെ തുമ്പ് നമ്മുടെ ഈ ലോക്കിൻ്റെ 2 ലോക്കിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് വലിച്ചെടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ അത് പെട്ടെന്ന് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഒന്ന് വലിച്ച് ടൈറ്റാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് അതിനൊന്ന് പ്രസ്സാക്കി കൊടുക്കാം. വലിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ലോക്കായി. ഇനി നമ്മുടെ ഫിഷ് ഹൂക്ക് വിട്ടുപോവില്ല, നന്നായിട്ട് പ്രസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡുകൾ കോർത്തെടുക്കാം. ആദ്യം ഞാനൊരു 4 സിൽവർ കളർ ബീഡാണ് കോർത്തെടുക്കുന്നത്. ഡിസൈനർ ബീഡ് 4 എണ്ണം സിൽവർ കളർ കോർത്തെടുക്കുക. അതിന് ശേഷമാണ് പിന്നെ കരിമണിയും സിൽവറും ഇടകലർത്തി കോർക്കുന്നത്. മോള് സ്കൂളിൽ പോയപ്പോൾ പറഞ്ഞിട്ട് പോയതാണ് അവൾക്ക് ഇതുണ്ടാക്കി വെക്കണമെന്ന്. അപ്പോൾ കമ്മലും വേണം. ഞാൻ പറഞ്ഞു അവളോട് കമ്മലിന് അതിന് മാച്ചായിട്ടുള്ളതില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് അതൊന്നും അറിയില്ലല്ലോ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഏതായാലും കമ്മൽ എന്തായാലും വേണമെന്നും പറഞ്ഞ് പോയിരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ ധൃതി പിടിച്ച് ചെയ്തതാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മുടെ ബാലൻസ് ഉള്ള ആ വയറിലൂടെ നമ്മുടെ ബീഡ് കോർത്തെടുത്താൽ പിന്നെ അത് അവിടെ ടൈറ്റായി നിൽക്കും, പുറത്തേക്ക് കാണുമൊന്നുമില്ല കേട്ടോ. ഈ 4 ബീഡ് കോർത്തതിന് ശേഷം നമുക്ക് കരിമണി ഡിസൈനർ ബീഡ് ഒന്ന് ഇടവിട്ട് കോർത്തെടുക്കാം. ഇനി നമുക്ക് ഒരു ബീഡും കൂടി സിൽവർ കളർ ബീഡ് കോർത്തെടുക്കണം. 4 എണ്ണം ആയിട്ടില്ല, 3 എണ്ണേ കോർത്തിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്ലാക്ക് കളർ ആ കരിമണി ബീഡ് കോർത്തെടുക്കാം. അതിന് ശേഷം സിൽവർ കളറ്. ഞാനങ്ങനെ ഒന്നിടവിട്ടാണ് ഇത് കോർത്തെടുക്കുന്നത്. ഇത് നമുക്ക് ഗോൾഡൻ കളർ ബീഡ് വെച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യണം. ഗോൾഡൻ കളർ ബീഡ് വെച്ച് കുറച്ചും കൂടി വലിയ കരിമണി ബീഡ് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുണ്ട്, വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യണം. ഇതുപോലെ ഒന്നിടവിട്ട് നമുക്ക് കോർത്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് നീളത്തിനനുസരിച്ച് ബീഡ് കോർത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റിൽ ആ 4 ബീഡ് കോർത്തെടുക്കുക. വീണ്ടും കരിമണി സിൽവർ കളർ ബീഡ് അങ്ങനെ കോർത്ത് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക, ഓളാക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ചാനലിൽ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസും ഹെയർ ആക്സസറീസിൻ്റെയും പിന്നെ എംബ്രോയിഡറിയുടെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആരും മറക്കരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അങ്ങനെ നമ്മൾ ഒന്നിടവിട്ട് കോർത്തെടുക്കുക. ഇത് പിന്നെ ഞാനങ്ങനെ പറയണ്ടല്ലോ, നമുക്കറിയാലോ അതിൻ്റെ ആ ഒരു മോഡൽ നോക്കി നമ്മൾ അതേപോലെ തന്നെ ഒരു കരിമണി ഒരു സിൽവർ ബീഡ് അങ്ങനെ രീതിയിൽ കോർത്തെടുക്കാം. നമ്മുടെ കറക്റ്റ് സൈസ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ലാസ്റ്റ് വന്നിട്ട് നമുക്ക് 4 ബീഡ് കോർത്ത് അവസാനിപ്പിക്കാം. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. നിങ്ങൾക്കൊക്കെ മഴയായിരിക്കും അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ മഴയുണ്ട്, വെള്ളം കയറുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവസാനം 4 ബീഡ് കോർത്ത് സിൽവർ കളർ ബീഡ് കോർത്ത് അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ 4 ബീഡിന് പകരം 5 ബീഡ് കോർത്ത് പോയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ സ്പീഡിൽ ചെയ്തതുകൊണ്ടാണ് എനിക്ക് പിന്നെ പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനല്ലല്ലോ എന്നുള്ളൊരു മടി കാണിച്ചു ഞാനും.
മോൾക്ക് വേണ്ടിയിട്ടായ കാരണം വേഗം ചെയ്തപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ. ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ഞാൻ കോർത്തത് തെറ്റിപ്പോയല്ലോ എന്ന്. മോൾക്കിന്ന് PTA മീറ്റിങ്ങും ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അതിന് മുന്നേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. അത് കാരണം ഭയങ്കര ധൃതിയായിരുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് വന്നിട്ട് കട്ടിങ് സ്പ്രിങ് ഇടുക. അതിന് ശേഷം 2 എൻഡ് ലോക്ക്, ഗിയർ ലോക്ക് ഇടുക. 2 ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ കട്ടിങ് സ്പ്രിങ്ങിനെ പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കട്ടിങ് സ്പ്രിങ്ങിനെ മാറ്റിയിട്ട് എൻഡ് ഭാഗം നമ്മുടെ ഗിയർ ലോക്കിലൂടെ 2 ഗിയർ ലോക്കിലൂടെയും ലാസ്റ്റത്തെ ബീഡിലൂടെയും ഒന്ന് കോർത്തെടുക്കുക. ജസ്റ്റ് ഒന്ന് കോർത്തിട്ട് ബീഡിനോട് ചേർത്ത് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വലിച്ച് ടൈറ്റ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രേസ്ലെറ്റ് ലൂസായി പോവും. അപ്പോൾ 2 ഗിയർ ലോക്കും ലാസ്റ്റിലെ ആ ബീഡിലൂടെയും നമ്മുടെ ഗിയർ വയർ കോർത്തതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ബീഡും നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ലാസ്റ്റ് ബീഡിനോട് ചേർന്ന് നിൽക്കുന്നത് അതുപോലെ ടൈറ്റാക്കി വെക്കണം. കട്ടിങ് സ്പ്രിങ്ങിനെ മാറ്റി നിർത്തുക. ബാക്കി ബീഡ്സ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ടൈറ്റാക്കി പിടിച്ച് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രേസ്ലെറ്റ് ലൂസാവും, ബീഡുകൾ തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് വരും. ഇങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലെയർ ഉപയോഗിച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ലോക്കായി. ബാലൻസ് വരുന്ന ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ അതിൻ്റെ എൻഡ് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ അതവിടെ പുറത്തേക്ക് കാണില്ല. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കട്ടിങ് സ്പ്രിങ് 2-3 എടുത്ത് ജോയിൻ ചെയ്ത് നമുക്കതിൽ കോർത്തെടുക്കാം. കട്ടിങ് സ്പ്രിങ് എടുക്കുക, ജസ്റ്റ് ഒന്ന് പ്ലെയർ വെച്ച് അകത്തിയതിന് ശേഷം ഓരോന്ന് അങ്ങനെ ചെയിനായിട്ട് കോർത്ത് കൊടുക്കാം. നമുക്ക് ചെങ്ങലകളായിട്ട് കിട്ടും കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നത്. എൻ്റെ കയ്യിൽ അതില്ല, എല്ലാ ഐറ്റംസും കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഇനിയെല്ലാം വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ ഓണമൊക്കെ ആയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓർഡറുകൾ ആ ടൈമിലാണല്ലോ കിട്ടുക. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടാം, എന്തൊക്കെ വേണം ജ്വല്ലറി മേക്കിങ്ങിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ. ഐറ്റംസ് കുറവായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ അത് 4 ഇട്ടതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് കട്ടിങ് സ്പ്രിങ്ങിലേക്ക് അത് കൊടുത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുട്ടികളെ കയ്യിലൊന്നും കൊള്ളാത്ത രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേസ്ലെറ്റ്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഗോൾഡനും കരിമണിയും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്, ഗോൾഡൻ കളറും അതേപോലെ ബ്ലാക്ക് ബീഡും നല്ല കോമ്പിനേഷനാണ്. ബ്രേസ്ലെറ്റിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ മാച്ചായിട്ട് നമുക്കൊരു കമ്മൽ ചെയ്തെടുക്കണം. അത് അവളുടെ നിർബന്ധമാണ് കേട്ടോ, കമ്മൽ വേണമെന്നുള്ളത്. അതുകൊണ്ട് ചെയ്തതാണ്. കാരണം എൻ്റെ കയ്യിൽ അതിന് മാച്ചിന് സിൽവർ കളർ ഉണ്ടായിരുന്നില്ല, ഇയർ ഹുക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഹെഡ് പിൻ എടുക്കാം. ഹെഡ് പിൻ എടുത്ത് അതുപോലെ തന്നെ ഇത് ഗുങ്കുരു ആണ് കേട്ടോ, സിൽവർ കളർ ഗുങ്കുരു. നമ്മൾ പാദസരത്തിനൊക്കെ ഇടുന്ന ഇതാണത്. ഇനി നമ്മൾ ഹെഡ് പിന്നിലേക്ക് ബ്ലാക്ക് കളർ ബീഡും നമ്മുടെ കരിമണി ബീഡും അതിനുശേഷം ആ സിൽവർ ബീഡും വീണ്ടും ഒരു ബ്ലാക്ക് കളർ ബീഡ് വീണ്ടും സിൽവർ കളർ ബീഡ് ആ ഒരു രീതിയിൽ കോർത്തതിന് ശേഷം നമുക്കത് ബാലൻസ് വരുന്ന ആ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ 2 സിൽവർ കളർ ബീഡ് പിന്നെ ഒരു കരിമണി ബീഡാണ് കേട്ടോ ചെയ്തത്. ഒരു കരിമണി, 2 സിൽവർ, ഒരു കരിമണി, ആ രീതിയിലാണ് ചെയ്തത്. ഇനി ബാലൻസ് വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത്ര നീളം നമുക്ക് വേണ്ട. കട്ട് ചെയ്തതിന് ശേഷം പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് റൈറ്റിലേക്ക് മടക്കുക. അതിന് ശേഷം ലെഫ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിക്കുക. അങ്ങനെ 3 വട്ടം തിരിക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഷേപ്പ് കിട്ടും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമ്മലിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ അടിഭാഗം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒന്ന് അകത്തിയതിന് ശേഷം നമ്മുടെ ഗുങ്കുരു ബീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു ഹാങ്ങിങ് പോലെ അവിടെ കിടന്നോളും. ഹെഡ് പിന്നിൻ്റെ അടിഭാഗത്ത് അത് കോർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ കരിമണി, 2 സിൽവർ കളർ ബീഡ്, ഒരു കരിമണി, അങ്ങനത്തെ ചെയ്ത് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തിരിച്ച് നമ്മളതൊരു ഹൂക്ക് പോലെ ആക്കിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ സ്റ്റഡ് ബേസ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞു കുട്ടിയായ കാരണം കാതിൽ അത് ഭയങ്കര വലിയ സൈസായിട്ട് നിൽക്കും. അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ച് ഗോൾഡൻ കളർ തന്നെ ചെയ്ത് കൊടുത്തു. അവൾക്കിപ്പോൾ കളറൊന്നും പ്രശ്നമില്ല, ആൾക്കിത് ഇങ്ങനെ ഇട്ട് നടക്കാനാണ്. ഹാങ്ങിങ് ആയിട്ടുള്ള കമ്മലൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ആ സൈഡ് നമ്മൾ പ്രസ് ചെയ്ത് വെച്ച ഒരു ഭാഗം ഒന്ന് പതുക്കെ അകത്തിയതിന് ശേഷം നമ്മുടെ ഇയർ ഹുക്ക് അതിലൂടെ കടത്തി കൊടുത്ത് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് സിൽവർ കളർ കിട്ടും, എൻ്റെ കയ്യിലില്ല, കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ കളർ തന്നെ വെച്ച് ചെയ്തത്. അങ്ങനെ കമ്മലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം.
കഴിഞ്ഞു, ഈ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇതങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഗുങ്കുരു ബീഡ് ഇട്ട കാരണം അതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നിൽക്കും. അതാണ് രണ്ടും ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.